നമസ്കാരം. പ്രധാന വാർത്തകൾ. നിപ്പയിൽ ആശ്വാസം. 13 പേരുടെ പരിശോധനാ ഫലം വന്നു. ആശങ്കപ്പെടാനില്ലെന്ന് മന്ത്രി. മലപ്പുറം ജില്ലയിലെ വണ്ടൂരിൽ നിപ്പ ബാധിച്ച യുവാവ് മരിച്ചതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ 13 ഫലങ്ങളും നെഗറ്റീവ്. ഹൈറിസ്ക് ഗണത്തിൽ ഉൾപ്പെട്ട 13 പേരുടെയും സ്രവ പരിശോധനാ ഫലങ്ങളാണ് നെഗറ്റീവായത്. കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് നിപ്പ സ്ഥിരീകരിച്ചെന്നും പ്രോട്ടോകോൾ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും മന്ത്രി വീണ ജോർജ് അറിയിച്ചു. 175 പേർ സമ്പർക്ക പട്ടികയിൽ 13 സാമ്പിളുകൾ നെഗറ്റീവായി. 26 പേർ ഹൈറിസ്ക് കാറ്റഗറിയിലാണ്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും മന്ത്രി അറിയിച്ചു. രോഗവ്യാപനം ഇല്ലെന്ന് ഉറപ്പാക്കാനാണ് ശ്രമം. രോഗവ്യാപനത്തിന് സാധ്യത കുറവാണെങ്കിലും ലക്ഷണമുള്ള മുഴുവൻ ആളുകളുടെയും സാമ്പിളുകൾ പരിശോധിക്കും. മരിച്ച യുവാവ് ബാംഗ്ലൂരിലാണ് പഠിച്ചത്. കർണാടക സർക്കാരുമായി ആശയവിനിമയം നടത്തിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. സ്വകാര്യ ബസും ബൈക്കും കൂട്ടിയിടിച്ച് അപകടം. യുവാവിന് ദാരുണാന്ത്യം. ചാലക്കുടി കുടപ്പുഴയിൽ സ്വകാര്യ ബസും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. പെരിങ്ങൽകുത്ത് സ്വദേശി ഡെൽജോ ആണ് മരിച്ചത്. 19 വയസ്സായിരുന്നു. ഒപ്പം യാത്ര ചെയ്ത പരിയാരം സ്വദേശി മിഥുന് ഗുരുതരമായി പരിക്കേറ്റു. മിഥുൻ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സ്കൂളിലെ ഓണാഘോഷം കളറാക്കാൻ കുട്ടികൾ കള്ളുഷാപ്പിൽ. 7ാം ക്ലാസ്സുകാരൻ ഗുരുതരാവസ്ഥയിൽ. 2 ജീവനക്കാർ അറസ്റ്റിൽ. സ്കൂളിലെ ഓണാഘോഷത്തിനു മുമ്പ് കുട്ടികൾക്ക് കള്ളു വിറ്റതിന് 2 കള്ളുഷാപ്പ് ജീവനക്കാർ അറസ്റ്റിൽ. ഷാപ്പിന്റെ ലൈസൻസ് റദ്ദാക്കുകയും ചെയ്തു. 2 ദിവസം തീവ്രപരിചരണ വിഭാഗത്തിലായിരുന്ന കുട്ടിയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടതോടെ ഡോക്ടർമാരുടെ നിരീക്ഷണത്തിൽ വീട്ടിലേക്ക് മാറ്റി. ജീവനക്കാർക്ക് പുറമെ ലൈസൻസുകളായ 4 പേർക്കെതിരെയും ചേർത്തല എക്സൈസ് റേഞ്ച് ഓഫീസ് കേസെടുത്തു. 13-ന് പള്ളിപ്പുറം തൈക്കാട്ടുശ്ശേരി ഭാഗങ്ങളിലായാണ് സംഭവം. പള്ളിച്ചന്ത ഷാപ്പിലെത്തിയ 4 കുട്ടികൾക്ക് ജീവനക്കാർ പണം വാങ്ങി കള്ളുകൊടുത്തുവെന്നാണ് എക്സൈസ് കണ്ടെത്തിയത്. പള്ളിപ്പുറം ക്ഷേത്രത്തിന് സമീപത്തെ കുറ്റിക്കാട്ടിലിരുന്ന് 1 കുപ്പി കള്ളു കുടിച്ച ശേഷം ബാക്കി ബാഗിലാക്കി ഇവർ സ്കൂളിലെത്തി. തുടർന്ന് സ്കൂളിലെ ശൌചാലയത്തിൽ വെച്ചും കുടിച്ചതായി പറയുന്നു. 3ാം മോദി സർക്കാരിന്റെ 100ാം ദിനത്തിൽ മണിപ്പൂർ കലാപത്തെക്കുറിച്ച് ചോദ്യം. പ്രകോപിതനായി അമിത്ഷാ. മണിപ്പൂർ കലാപത്തെക്കുറിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിൽ പ്രകോപിതനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ദില്ലിയിൽ 3ാം മോദി സർക്കാരിന്റെ 100ാം ദിവസത്തെക്കുറിച്ച് വിശദീകരിക്കാൻ അമിത്ഷാ വിളിച്ച വാർത്താ സമ്മേളനത്തിലാണ് മണിപ്പൂരിനെക്കുറിച്ചുള്ള ചോദ്യമുയർന്നത്. ബീരൻ സിംഗ് മുഖ്യമന്ത്രിയായി തുടരുന്നത് എന്തുകൊണ്ടാണെന്ന് ആരാഞ്ഞപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം, എന്നാൽ തർക്കിക്കേണ്ട എന്നായിരുന്നു അമിത്ഷായുടെ മറുപടി. മണിപ്പൂരിൽ 2 വിഭാഗമായും ചർച്ചകൾ തുടരുകയാണെന്നും അമിത്ഷാ അറിയിച്ചു. പ്രധാനമന്ത്രി മണിപ്പൂരിൽ പോകാനുള്ള തീരുമാനം എടുക്കുമോ എന്ന ചോദ്യത്തിന് എന്തെങ്കിലും തീരുമാനിച്ചാൽ നിങ്ങൾ അറിയുമെന്നായിരുന്നു അമിത്ഷായുടെ പ്രതികരണം. ലൈംഗിക അതിക്രമ കേസ്. സംവിധായകൻ വി.കെ. പ്രകാശിന്റെ മൊഴിയെടുത്തു. ലൈംഗിക അതിക്രമ കേസിൽ സംവിധായകൻ വി.കെ. പ്രകാശിന്റെ മൊഴിയെടുത്തു. കൊല്ലം പള്ളിത്തോട്ടം പോലീസാണ് മൊഴി രേഖപ്പെടുത്തിയത്. യുവകഥാകൃത്തിന്റെ പരാതിയിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ വി.കെ. പ്രകാശിന് ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു. 2 ദിവസം കൂടി മൊഴിയെടുപ്പ് തുടരും. 2022-ൽ കൊല്ലത്തെ സ്വകാര്യ ഹോട്ടലിൽ സിനിമയുടെ കഥ പറയാനെത്തിയപ്പോൾ വി.കെ. പ്രകാശ് ലൈംഗികാതിക്രമം നടത്തിയെന്നാണ് യുവതിയുടെ പരാതി. എന്നാൽ സത്യം തെളിയുമെന്നും കോടതിയുടെ മുന്നിലുള്ള കേസിൽ കൂടുതൽ പ്രതികരിക്കാനില്ലെന്നും മൊഴി നൽകിയ ശേഷം വി.കെ. പ്രകാശ് പറഞ്ഞു. നിയമപരമായി മുന്നോട്ടു പോകുമെന്നും ഗൂഢാലോചന ഉണ്ടോ എന്ന കാര്യം തനിക്ക് അറിയില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.